ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ അംഗത്വം ലഭിക്കുന്നതിന് പാകിസ്ഥാൻ ഈ അടുത്ത് ചൈനയുടെ സഹായം തേടി. എന്താണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക അതായത് ബ്രിക്സ് രാഷ്ട്രങ്ങൾ ചേർന്ന് സ്ഥാപിച്ച ഒരു ബഹുമുഖ വികസന ബാങ്കാണ് മുമ്പ് ബ്രിക്സ് ഡെവലപ്മെന്റ് ബാങ്ക് എന്നും അറിയപ്പെട്ടിരുന്ന ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. 2012 ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിലാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് സ്ഥാപിക്കുന്നതിനുള്ള ഒരു ആശയം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 2014 ജൂലൈ 15 പോർട്ട് എൽഎസ്ഐയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിലാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് സ്ഥാപിക്കുന്നതിനുള്ള കരാർ ഒപ്പിട്ടത്. ശേഷം 2015 ജൂലൈ 21 ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചു. ബാങ്കിന്റെ ആസ്ഥാനം ചൈനയിലെ ഷാങ്ഹായിലാണ്. ദക്ഷിണാഫ്രിക്കയിലും ബ്രസീലിലുമായിട്ട് ബാങ്കിന് മറ്റ് പ്രാദേശിക ഓഫീസുകളുമുണ്ട്. ഐക്യരാഷ്ട്രസഭയിലെ ഏതൊരു അംഗത്തിനും ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ അംഗത്വം ലഭിക്കുന്നതാണ്. ബാങ്കിലെ ഓരോ അംഗത്തിനും തുല്യമായ വോട്ടിംഗ് അധികാരവുമുണ്ട്. 5 ബ്രിക്സ് രാജ്യങ്ങളിലെ ധനമന്ത്രിമാരും ഒരു ഡയറക്ടർ ബോർഡും അടങ്ങുന്ന ബോർഡ് ഓഫ് ഗവർണർമാരാണ് ബാങ്കിനെ നിയന്ത്രിക്കുന്നത്. ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റ് സ്ഥാനവും വൈസ് പ്രസിഡന്റ് സ്ഥാനവും ബ്രിക്സ് സ്ഥാപക അംഗങ്ങൾക്കിടയിൽ മാത്രമായിട്ടാണ് നൽകുന്നത്. ഈ ബാങ്കിന്റെ പ്രധാന ലക്ഷ്യമെന്നത് ബ്രിക്സ് രാജ്യങ്ങളിലും മറ്റ് വളർന്നു വരുന്ന സമ്പദ് വ്യവസ്ഥകളിലും വികസ്വര രാജ്യങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങൾക്കും സുസ്ഥിര വികസന പദ്ധതികൾക്കും വഴിയൊരുക്കുക എന്നതാണ്. ശുദ്ധമായ ഊർജവും അതോടൊപ്പം എനർജി എഫിഷ്യൻസി, അടിസ്ഥാന ഗതാഗത സൗകര്യങ്ങൾ, ജലവും ശുചിത്വവും, പരിസ്ഥിതി സംരക്ഷണം, സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങൾ, ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് പ്രവർത്തിക്കുന്നത്.